വിൻസി കൊച്ചേ, വിൻസി കൊച്ചേ, ആ. ഇതെന്നാ പറ്റി? ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലായിരുന്നു. എന്നതാ പറഞ്ഞേ? ഈ മോട്ടറിന്റെ സ്വിച്ച് ഇങ്ങനെ ഓൺ ചെയ്യാൻ. ഇതെന്നാ സ്വപ്നം കാണുമായിരുന്നു? ഒന്ന് പോ ജോസഫേട്ടാ. ഈ പ്രായത്തിലെ പെമ്പിള്ളേരൊന്നും സ്വപ്നം കാണുന്നത് അത്ര നല്ലതല്ല. ഈയിടെയായിട്ട് ചില മാറ്റങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആകെ ഒരു മിനുക്കം. അത് പിന്നെ മനസ്സിൽ സന്തോഷം തോന്നുമ്പോഴേ അങ്ങനെയൊക്കെ വരും. എന്നതാ ഇത്ര സന്തോഷിക്കാൻ? ഞങ്ങളും കൂടിയൊക്കെ ഒന്ന് അറിയട്ടെ. നിങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടുമ്പോഴേ എനിക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ള തോന്നലാ. സ്നേഹമായാലും ഭക്ഷണമായാലും അത് അർഹതപ്പെട്ടവർക്ക് കൊടുത്താൽ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. നല്ല മണ്ണി കൃഷി ഇറക്കണ പോലെ കൊച്ചിനെന്തായാലും നല്ലതേ വരും. Either switched off or not reachable at the moment. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമൊന്നുമില്ല അമ്മച്ചി. ആ, ജോസഫ് വന്നായിരുന്നോ? ആ വന്നായിരുന്നു. ഇറച്ചി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ, The number you are calling is either switched off or not reachable at the moment. ആരാ? ആരെങ്കിലും വന്നാ ഇവിടെ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നേ? മനസ്സിലായില്ല. ആ, എനിക്കും മനസ്സിലായില്ല. അമ്മച്ചില്ലയോ? അമ്മച്ചിക്കേ ഉച്ചയോണും കഴിഞ്ഞൊരു മയക്കം പതിവുള്ളതാ. ആന്നോ? എന്നാ ഞാൻ പോയച്ചും വരാം. ഹാ. അമ്മച്ചി, ഞാനാ സിബിച്ചനാ, കുന്നേപ്പള്ളിയിലെ. ആ സിബിച്ചനാന്നോടാ? ആ, ഇങ്ങോട്ട് കേറി വാടാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കാടാ. നമുക്കിവിടെ ഇരിക്കാം അമ്മച്ചി. ആ, കൊച്ചേ, ഇത് നമ്മുടെ ചക്കനാ. ഇളവൻ ബെന്നി ഇവനും ഒന്നിച്ച് കളിച്ചു വളർന്നവരാ. പഠിച്ചും. ആ, ആ, ഇപ്പോഴേ വലിയ പോലീസാ. ഉം. ഇവളെ കണ്ടപ്പോ നീയും പേടിച്ചു പോയല്ലേ? ശാന്തമ്മ പോയപ്പോ വന്ന കൊച്ചാടാ പിൻസി. ഒരു പാവ. അത്ര പാവമൊന്നുമല്ല. ഉം. ആ, ചൂലും കൊണ്ടാ എന്നെ വരവേറ്റത്. അത് ഞാൻ മോളില് റൂമൊക്കെ വൃത്തിയാക്കാൻ. എപ്പ നോക്കിയാലും തുടക്കലും പിടിക്കുക. ഇവള് വന്നേ പിന്നെയാ ഈ വീടിനൊരു ഐശ്വര്യം വന്നേ. ഉം. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം?
ആ ചിലപ്പോ മേച്ചേരി തറവാട്ടിലെ അരിമൊത്തം പറക്കാൻ വന്നതായിരിക്കും. നീ ഇന്ന് വന്നേ ഉള്ളോ? വന്നിട്ട് 2 ആഴ്ചയാ അമ്മച്ചി. ട്രാൻസ്ഫറാ. അപ്പച്ചനും അമ്മച്ചിയൊക്കെ സുഖായിരിക്കുന്നോടാ? ഓ കുഴപ്പമൊന്നുമില്ല. അവര് മാർട്ടിന്റെ ഒപ്പമാ. ആ എന്റെ ഈ പോലീസ് പണിക്കിടയില് അവരെയും കാണാൻ ശ്രദ്ധിക്കാൻ പറ്റുമോ അമ്മച്ചി? മോനെ, സ്റ്റെല്ലയുടെ വീട്ടുകാർ നിന്നെ വിളിക്കാറില്ലേ? മിനിഞ്ഞാന്ന് അവിടെ ഓർമ്മ ദിവസമായിരുന്നു അമ്മച്ചി. 3 വർഷമായില്ലോടാ അവള് മരിച്ചിട്ട്. നീ ഇത് ഒറ്റാന്തടിയായിട്ട് എത്ര നാളാ? കെട്ടിയോള് മരിച്ചവരാരും പിന്നെ കെട്ടാറില്ലയോടാ? ചാടിക്കേറി കെട്ടാനായിട്ട് നമുക്ക് പിള്ളേരൊന്നും ഇല്ലല്ലോ. ഹാ അത് ശരിയാ. കൊച്ചിന്റെ വീട് എവിടെയാ? നെടുങ്കണ്ടത്താ. അപ്പനും അമ്മയും മരിച്ചുപോയി. ഒരച്ചാച്ചനാ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അമ്മച്ചി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. ഏ? ചായയുടെ രുചി കൊണ്ട് പറഞ്ഞതാ. ആ. അപ്പം മോനെ, അവള് വെച്ച പോത്തിറച്ചി കഴിച്ചിട്ടില്ലല്ലോ. ചപ്പാത്തിയോ ബ്രെഡോ കൂട്ടി അത് കഴിച്ചിട്ട് പോയാ മതി. ഇന്ന് വേണ്ട അമ്മച്ചി, ഞാൻ പിന്നെ ഒരു ദിവസം വരാം. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഒഫീഷ്യൽ കാര്യമായിട്ട് ഇവിടെ അടുത്തൊരു വന്നപ്പോൾ ഒന്ന് കയറിയതാ. ബാലമ്പിള്ള സിറ്റിയിലെ ആ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ചെക്കനില്ലേ, ആ ഷിൻഡോ, ഞാൻ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. അടിവാരത്തുള്ള അഗസ്റ്റിന്റെ മോനല്ലേയോടാ ഈ പയ്യൻ? അതെ അമ്മച്ചി. അവനിവിടെ വന്നിട്ടുണ്ട്. ദേ ഈ കൊച്ചിന് മൊബൈൽ കൊടുക്കാൻ. ഇന്നലെയാണോ അമ്മച്ചി? ഏയ് 2-3 മാസം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ ഈ പോലീസുകാർക്ക് ഇപ്പൊ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലയോ ഈ മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട്? ശരി അമ്മച്ചി. പക്ഷെ അവന്റെ പേരിലുള്ള മൊബൈല് കടയിൽ വെച്ചിട്ടാ അവൻ പോയേക്കണത്. ബൈക്കും അവിടെ തന്നെ ഇരിപ്പുണ്ട്. വേറെ നമ്പർ ഉണ്ടെന്നൊന്നും ആർക്കും അറിയത്തുമില്ല. ശ്ശോ. അവൻ ആളത്തിൽ തരികടയാന്നാ കേട്ടത്. ഇനി ആരെങ്കിലും തല്ലിക്കൊന്നതാണോന്നും അറിയത്തില്ല. അവന്റെ കെട്ടിയോടുള്ള കരച്ചിൽ കണ്ടിട്ടാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല. 1 വയസ്സായ ഒരു കൊച്ചുള്ളൂ. ഇനിയിപ്പോ കുറച്ചു ദിവസം അതിന്റെ പുറകെ അമ്മച്ചി. ശരിയെന്നാ. അപ്പോ ബെന്നി വിളിക്കുമ്പോ ഞാൻ വന്നു പറഞ്ഞേക്കാം അമ്മച്ചി. അവനിന്ന് ചിലപ്പോ വിളിക്കും. ആ കൊച്ചേ, ഞാൻ ഇറങ്ങുവാ. ഈ പോത്തിറച്ചി തിന്നാൻ ഞാൻ അടുത്ത ദിവസം വരാട്ടോ. ശരി. is either switched off or not reachable at the moment. Please try later. പെണ്ണേ, ബിൻസി കൊച്ചേ, പെണ്ണേ, പെണ്ണേ, ബിൻസി, എഴുന്നേറ്റ് വാതിൽ ഓർക്ക്. ബിൻസി കൊച്ചേ.
കൊച്ചേ എണീറ്റ് ഈ കഞ്ഞി അങ്ങ് വലിച്ചു കുടിച്ചേ. എന്നിട്ടേ ആ ഗുളിക കഴിച്ചിട്ട് പൊതച്ചു മുടിയങ്ങ് കിടന്നു. നന്നായിട്ട് വേത്ത പനി ഇപ്പം അങ്ങ് മാറും. അതെ കൊച്ചേ, മോനിച്ചിനെ വിവരം അറിയിക്കണ്ടായോ? വേണ്ട അമ്മച്ചി, അച്ചാച്ചൻ ഓടി പഠിച്ചെങ്കിൽ വരും. ഡോക്ടർ പറഞ്ഞല്ലായോ കുഴപ്പമൊന്നുമില്ലെന്ന്. അത് ശരിയാ. വെറുതെ എന്തിനാ അവരെ കൂടി വിഷമിപ്പിക്കുന്നത്? ചിലപ്പോഴേ കാലാവസ്ഥയുടെ ആയിരിക്കും. ആ അഗസ്റ്റിൻ്റെ മോനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് മനസ്സിനകത്ത് എന്തോ ഒരു സുഖമില്ലായ്മ. ആ പെണ്ണിൻ്റെ കൊച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ്. മോളാ കഞ്ഞി അങ്ങ് കുടിച്ചേ. എനിക്ക് വേണ്ട അമ്മച്ചി. ഓ, ഈ കൊച്ചിൻ്റെ ഒരു കാര്യം. എന്നാ മോള് കിടന്നു, നന്നായിട്ട് പൊതിച്ച് കിടന്നു.